എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സുഫാൻ എന്നാണ്. ഞാൻ ഒരു ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുകയാണ്. 10,000-ന്റെ മുകളിൽ സ്റ്റുഡൻസിനെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിച്ച നല്ലൊരു കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഫ്രീ ആയി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ABCD മാത്രമാണ് അറിയാമെങ്കിൽ പോലും എന്ന് പറയുന്നത് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത്? നമ്മൾ ഒരുപാട് വർഷങ്ങളോളം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, എന്നിട്ട് പോലും നമ്മൾക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മൾ കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മളൊരു ഭാഷ കേൾക്കണം. ഭാഷ കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അത് സംസാരിക്കാനും പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടുകളിൽ സംസാരിക്കാത്ത പല ആൾക്കാരെ കാണാം. അവർക്കെന്ന് പറയുന്നത് ചിലപ്പോൾ നാവിനൊരു കുഴപ്പമുണ്ടാവില്ല, ചെവിക്കാണ് കുഴപ്പമുണ്ട്, എന്നാൽ പോലും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് എന്നല്ല, ലോകത്ത് ഒരു ഭാഷ എന്ന് പറയുന്നത് കേൾക്കാത്ത ഭാഷകൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണ് ഒരു ഭാഷ പഠിക്കുന്നത്? നമ്മൾ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയും എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് ഭാഷ പഠിക്കുന്നത്. ഒരു കാര്യം മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആളുകളും എന്ന് പറയുന്നത്, എല്ലാ ആളുകളും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കുന്നത്. രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ പഠിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു 10-15 വർഷത്തിന് അതിൻ്റെ മുകളിൽ നടക്കുന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഏകദേശം ഒരു ഡിഗ്രി ലെവലുമാണെങ്കിൽ എടുത്തു നോക്കിയാൽ പോലും എന്ന് പറയുന്നത് അതിലൊരു ക്ലാസ് 60 സ്റ്റുഡൻസ് ഉണ്ട്. ചുരുങ്ങി വന്നാൽ ഒരു 4-5 സ്റ്റുഡൻസ് മാത്രമാണ് ഇംഗ്ലീഷ് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അതിലുള്ള കൂടുതൽ സ്റ്റുഡൻസും ഏകദേശം 90% സ്റ്റുഡൻസും എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ വീക്കാണ് ഇംഗ്ലീഷിലുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കുട്ടികളുടെ പ്രശ്നമല്ല, പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10ന്റെ മുകളിലെങ്കിലും ആൾക്കാർ നല്ലതുപോലെ പഠിക്കാൻ പറ്റുമായിരുന്നു. ഇതെന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ മൂന്നാമത്തെ കാരണം നമ്മൾ ഒരു ഭാഷയുടെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഈ സംസ്കൃതത്തിൽ നിന്നാണ്. ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ആയിരിക്കും ഇന്ത്യൻ ഭാഷകളിൽ അതേ രീതിയിൽ തന്നെയായിരിക്കും വരിക, ഏകദേശം അതേ രീതിയിലായിരിക്കും വരും. പക്ഷേ ഇംഗ്ലീഷ് ആകുമ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ, ഒരു വ്യക്തികളെ വെക്കേണ്ടത് എവിടെയാണ്, അതൊക്കെ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം നോക്കാം. ഞാൻ ഇന്നലെ കോഴിക്കോടേക്ക് പോയി. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒന്ന് ജസ്റ്റ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ എന്നുള്ളത് ഐ എന്നുള്ളതാണ് വരും. ഓക്കെ, ഇന്നലെ എന്ന് പറയുന്നത് എസ്റ്റർഡേ എന്ന് വരും. ഓക്കെ, പിന്നെ കോഴിക്കോട് തന്നെ. പിന്നെ പോയി എന്ന് പറയുമ്പോൾ വെൻഡ് എന്ന് വരും. ഓക്കെ, ഐ എസ്റ്റർഡേ കോഴിക്കോട് വെൻഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, പക്ഷെ അതേ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ റെഡി ആവില്ല, അത് വളരെ തെറ്റാണ്, അത് ശരിയാവില്ല. ഇപ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഐ വെൻറ്റ് ടു കോഴിക്കോട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിയാൽ എത്രത്തോളം ഒരു മാറ്റം ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തികളെയൊക്കെയാണ് വരിക, ഇംഗ്ലീഷിലാകും. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി വരും. പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളൊരു സമയം വെച്ച് ലാസ്റ്റും വെക്കാം, നമുക്ക് ഫസ്റ്റും ഒരു ടൈമിനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതൊക്കെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ചെറിയൊരു കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് ഒന്നും പഠിക്കേണ്ട, വരും ക്ലാസ്സുകളിൽ അതിൽ കറക്റ്റായിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. പല ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വാക്കുകളൊക്കെ ഇഷ്ടം പോലെ മൈൻഡുകളിലുണ്ട്, പക്ഷേ അതൊന്നും സ്ട്രക്ചർ അതിൽ ഒരു ഓർഡറിൽ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്, അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ്. എല്ലാവർക്കും കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ വരുന്നത്. ഞാൻ ഈ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ്. നമ്മൾ ഓരോരോ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
വെറും ചെറിയ കുട്ടികൾക്ക് പോലും എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും 1 by 1 ആയിട്ട് കാണും. ഓരോ ദിവസം ഒരു ക്ലാസ് എന്നുള്ള രീതിയിലായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.